ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇതാ ഞാൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു എൻ്റെ യൂട്യൂബ് തറവാടിലേക്ക്. എനിക്ക് അതപ്പോൾ നോക്കണ്ട ഒരു വെയിറ്റ് ആയിട്ട് നടക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്നത്തെ ഒരു തീർത്ഥാടനം പോവാണ്. എൻ്റെ വ്ളോഗ് ലൈഫിലെ ഫസ്റ്റ് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ വ്ളോഗാണിത്. അതിന് മുന്നേ ഞാൻ എന്തായാലും ഒരു ഇൻട്രോ എടുത്ത് വയ്ച്ചേക്കാം. അപ്പോൾ ഹേ ലോകമെമ്പാടുമുള്ള എല്ലാ യൂട്യൂബ് നിവാസികൾക്കും യൂട്യൂബ് വ്ളോഗ്സിൻ്റെ പുതിയ വ്ളോഗിലേക്ക്, നട്ടപ്പറ വെയിലത്തുള്ള വ്ളോഗിലേക്ക് സ്വാഗതം. ഇവിടുന്ന് കോളേജിൽ നിന്നാണ് തീർത്ഥാടനം പോണത്. എടാ തീർത്ഥാടനം എവിടേക്കാ പോണേ? എവിടെ? ഞാനല്ല ഗൈസ്, ഞാൻ മാത്രമല്ല, ഞങ്ങളൊരു 40 പേരും ഒന്നിച്ചാണ് പോകുന്നത്. തീർത്ഥാടനം പുണ്യജലത്തിൽ പോയി നീരാടാനായി ഒരു തീർത്ഥാടനം. അതെ, ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇന്ന് തീർത്ഥാടനത്തിന് പോണെന്ന്. അപ്പോൾ ട്രെയിനിലാണ് യാത്ര. ഒരു 5 ദിവസത്തെ തീർത്ഥാടനം ഉണ്ട്. ഇനി കോളേജിലെത്തി അവിടെ നിന്നുള്ള ബസ്സിലെ ഒരു യാത്രയാണ്. കോളേജ് ബസ് വഴി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി. അവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ വഴിയെ പറയാം. ഞാൻ ആദ്യം ഈ വയർത്തൊലിച്ച് പണ്ടാറടങ്ങി നിൽക്കുകയാണ്. ഈ ലോഡായിട്ടൊന്ന് ഞാൻ അവിടെ കോളേജിലെത്തട്ടെ. കോളേജിലെത്തിയിട്ട് സാവധാനം ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. ബാക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ട്. തീർത്ഥാടനത്തിന് ബാക്കി പിള്ളേർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺ. ഈ വ്ളോഗ് നമ്മളിവിടെ ആരംഭിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. ബാക്കി ഞാൻ വഴിയെ പറയാം. ഓക്കെ, നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ, കാരണമണി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ തീർത്ഥാടനം എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് ഒരു ട്രിപ്പാണ്. എൻ്റെ കോളേജിൽ നിന്ന് ഒരു ഗോവ ട്രിപ്പാണ്. 3:15 ട്രെയിൻ. നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുന്നത് ട്രെയിൻ നോക്കിയിരിക്കുന്നുണ്ട്. ഓൺ ദ വേ ആണ് 3:15 നമ്മൾ ട്രെയിനിൽ ഇവിടുന്ന് ഗോവയിൽ പോകും. 2 ദിവസം അടിച്ച് പൊളിക്കുന്നു, തിരിച്ചു വരുന്നു. വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം കൊളായി. ഇന്നിപ്പോൾ ഞാൻ പോണത് തൃശ്ശൂർ സ്റ്റാമ്പിൾ വെടിക്കെട്ടിൻ്റെ അന്നാണ്. 17-ാം തീയതിയാണ് ഞാൻ ഇപ്പോൾ പോണത്. തിരിച്ചു വരുമ്പോൾ 21 തൃശ്ശൂർ പൂരം അപ്പോഴേക്കും കഴിയും. അപ്പോൾ ഇത് എൻ്റെ ആദ്യത്തെ ഗോവ ട്രിപ്പാണ്. അതാണ് വേറൊരു സന്തോഷ വാർത്ത. പിന്നെ ഞാൻ വ്ളോഗ് തുടങ്ങിയിട്ട് ഈ വ്ളോഗായിരിക്കും എൻ്റെ ഈ വ്ളോഗിങ് കരിയറിലെ ഫസ്റ്റ് ലോങ് ജേണി വ്ളോഗായി മാറുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പ്ലാനിങ്. നമ്മളെ ട്രിപ്പ് പാക്കേജ് എടുത്തേക്കുന്നത് വൈബ്രൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാക്കേജുകാരാണ്. അവരുടെ ഇൻസ്റ്റ ഐ ഡി ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, അവരുടെ പാക്കേജിൻ്റെ ആൾ അല്പസമയം കൊണ്ട് നമ്മളിപ്പോൾ ചേരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ എത്തി. കോളേജിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞ പോലെ സാമ്പിൾ പഠിക്കിട്ടാണ്. ശരിക്കും മിസ് ചെയ്യുന്ന സാമ്പിൾ. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ട്രെയിൻ വന്നപ്പോൾ ഞാൻ കയറിയിരുന്നതാണ്. കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് കുറച്ച് ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ട് എനിക്ക് പിന്നെ വ്ളോഗ് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ഈ സീറ്റ് ബുക്കിങ്ങിൻ്റെ റിസർവേഷൻ RAC കുറച്ച് എനിക്ക് കൺഫർമേഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിലവിൽ തൃശ്ശൂർക്ക് കയറിയിട്ട് ഇപ്പോൾ ഏതാണ്ട് തലശ്ശേരി നിൽക്കണം. നമ്മൾ തലശ്ശേരി സമയം എല്ലാത്തിനെയും അവിടെ ഇവിടെയൊക്കെ പിടിച്ച് കിട്ടി. ഞാനും എൻ്റെ ഒരു സീറ്റ് വന്നിരുന്നു. ഒരു ഉറക്കമൊക്കെ കണ്ടടഞ്ഞു പോവാൻ. അപ്പോൾ ഇന്നിപ്പോൾ ഇനി പ്രത്യേകിച്ച് കാത്തില്ല. ഇനി നാളെയാണ് കാത്തിട്ടുള്ളത്. ഇന്നിപ്പോൾ നമ്മളൊരു വൈകുന്നേരം നൈറ്റ് ഒന്ന് ഇതിൽ കിടന്നു കഴിഞ്ഞാൽ നാളെ ഒരു 4 മണിക്കാകുമ്പോൾ ഗോവെത്തും. ഗോവെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്താ ഒന്ന് ഫ്രഷ് ആവാം, ഹോട്ടലിൽ പോകും. വിശേഷങ്ങളൊക്കെ നാളെ പറയാം. അങ്ങനെ നമ്മളിതാ മഡ്ഗോണിൽ കാലുകുത്തുകയാണ് സുഹൃത്തുക്കളെ. നീണ്ട നാളത്തെ ആ ഒരു യാത്രയ്ക്ക് ശേഷം മഡ്ഗോണിൽ കാലുകുത്തുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ ഗോവയുടെ മണ്ണിൽ കാലുകുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പുറത്ത് നമ്മുടെ ബസ് വന്നിട്ട് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. റിസോർട്ടിൽ ഫ്രഷപ്പ് ആവാനുള്ള ബസ് വന്നിട്ടുണ്ട്. പോകാൻ കൊണ്ടുള്ള ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ അങ്ങോട്ട് പോകണം, ഫ്രഷപ്പ് ആവണം, അതിൻ്റെ ബാക്കി പരിപാടികൾ. ഓക്കെ, അപ്പോൾ ഞാൻ ബസ്സിനോടെ പോയിട്ട് നമ്മളുള്ള ബാക്കി വിശേഷങ്ങൾ പറയാം. ഏതാണ്ട് 1 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. ബാക്കി വഴി പറയാം. ഓക്കെ, അങ്ങനെ നമ്മളിതാ വിജനത നിറഞ്ഞ ഗോവയുടെ മഡ്ഗോൺ സ്റ്റേഷനിൽ പുറത്ത് ഇതാണ് നമുക്ക് പോവാനുള്ള വണ്ടി, ഗോവ രജിസ്ട്രേഷൻ വണ്ടി. ഓക്കെ, അപ്പോൾ ഇനി പോയിട്ട് ഉള്ള കലാപരിപാടികൾ എന്താണെന്ന് പോകുമ്പോൾ പറയാം. സത്യം പറഞ്ഞാൽ ഞാനിതെല്ലാം ആദ്യത്തെ ഗോവ വിസിറ്റാണ്. സോ ഐ ഡോണ്ട് നോ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഏകദേശം ഒരു വ്യൂ. നല്ല രസമുണ്ട് കാണാൻ. പകലായ കുറച്ചുകൂടി അടിപൊളിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ നമ്മൾ ഞാൻ ഉറങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങി സെറ്റായിട്ട് ഞാനിപ്പോൾ ഒരു
ഗോവയിലൊരു വില്ല ഫാത്തിമ എന്ന് പറഞ്ഞൊരു റിസോർട്ടിലാണ് നിൽക്കുന്നത്. അതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്, 2 ദിവസം സ്റ്റേ ചെയ്യുന്നത് അവിടെയാണ്. അപ്പോൾ ഞാൻ ആ ഹോട്ടൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഗോവയിൽ ഓൾമോസ്റ്റ് നല്ലൊരു പ്ലേസാണ്, നല്ല ഒരു റൂം കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം. സ്ഥലം മാത്രം ചോദിക്കരുത്, ഇതാണ് സ്ഥലം. വില്ല ഫാത്തിമ ബീച്ച് റിസോർട്ടാണ് നമ്മളൊരു റിസോർട്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം ആംബിയൻസ് ഒക്കെ ഉള്ളതാണ്, റിസപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അകത്താണ് നമുക്ക് റൂം വരുന്നത്. അവിടെ ആ സൈഡിൽ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇവിടുത്തെ പരിപാടികൾ നമ്മൾ നാളെയാണ് ഉദ്ദേശിച്ചത്. സ്വിമ്മിംഗ് പൂളിലുള്ള ചാട്ടം കാര്യങ്ങളൊക്കെ നാളെ ഉദ്ദേശിച്ചേക്കുന്നത്. ഇന്ന് നമ്മൾ പുറത്തേക്ക് പോകാനാണ്, ഫുഡ് അടിക്കാനായിട്ട് പുറത്തേക്ക് പോയി അങ്ങനെ കറങ്ങാനാണ് പ്ലാൻ. അപ്പോൾ ഇതാണ് റിസോർട്ടിൻ്റെ ഒരു ഔട്ടർ വ്യൂ. ബാക്കി ഞാൻ റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ കണ്ടായിരുന്നു. ബട്ട് ഇപ്പം നമ്മൾക്ക് ചെറിയൊരു തിരക്കുണ്ട്, ഞാൻ ഓടി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തേക്ക് പോകണം, ഫുഡ് അടിക്കണം, കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോകണം. അങ്ങനെ നമ്മുടെ പ്ലാനിങ് ഷെഡ്യൂൾ നോക്കി പോകണം. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഗോവയിലത്തെ ആദ്യ ട്രിപ്പ്. എനിക്ക് ഇവിടുത്തെ കാര്യമായിട്ട് സ്ഥലങ്ങൾ അറിയില്ല. ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഫ്രഷ് ആയിട്ടുള്ള എൻ്റെ അടുത്തേക്ക് പോക്കോ. എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ചായ, എൻ്റെ മോനെ സർക്കാരിട്ടുകൊണ്ടാണെന്ന് കറക്റ്റ് മാത്രം പെട്ട സാധനം. ഇവിടെ ഒരു വ്യൂ ഉണ്ട്, ഞാൻ വേഗം കാണിച്ചു തരാം. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു, കുറച്ച് ഡിലേ ഉണ്ട്. അപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ വ്യൂ ഞാൻ വേഗം കാണിച്ചു തരാം. ഈ വ്യൂ നോക്കൂ, സീൻ വ്യൂ ആണ്. നമ്മുടെ കഴിക്കാവുന്ന ഫുഡ് കഴിക്കാൻ വന്ന ഹോട്ടലിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു വ്യൂ ആണ്. വെള്ളം, അതേപോലെ എന്താ പറയുക, സീൻ തന്നെ, എല്ലാ ഭാഗത്തും വെള്ളം മാത്രം. ഓക്കെ, നമ്മുടെ ഈ ഹോട്ടലിലൊരു ആംബിയൻസ് ആണ് ഈ കാണുന്നത്. എല്ലാ ഭാഗത്തുള്ളൊരു ആംബിയൻസ്, ഇഷ്ടംപോലെ ആൾക്കാർ കഴിക്കുക. ലൈക്ക് നമ്മുടെ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ഭയങ്കര സ്പെഷ്യലാണ്. ചേട്ടന്മാരിയായിരുന്നു. അപ്പോൾ കേരള ഫുഡാണല്ലോ. എവിടെയും ഒരു ഇന്ത്യയിൽ എവിടെ പോയാലും ലോകത്ത് കോടിയിൽ പോയാലും ഒരു മലയാളി നമുക്ക് കിട്ടും. ട്രെയിനിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഗെറ്റപ്പ്. ഓക്കെ, ഗോവയ്ക്ക് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് മേടിച്ച് വെച്ച 3 ഷർട്ടുണ്ട്. അതിലൊരെണ്ണമാണ് ഇത്, ബാക്കി 2 വഴിയൊക്കെ അടിച്ചു തരാം. ഓക്കെ, ഗോവയില്ലേ, ഇപ്പോൾ കുറച്ച് വെറൈറ്റി എടുക്കാൻ വിചാരിച്ചു. കേട്ടോ നമ്മുടെ ബസ് പറഞ്ഞ ഞാൻ നേരത്തെ ഇരുട്ടത്തായിരുന്നു, ഒന്നുകൂടി കാണിച്ചിരുന്നു. ആണ് നമ്മുടെ ബസ്, AC ബസ്സാണ്, സീനാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ലേസർ സെറ്റപ്പ് കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും നല്ല കംഫർട്ടായിട്ട് പോവാം. അപ്പോൾ നമ്മൾ അതെ, നമ്മൾ ചാപ്പാറ ഫോർട്ടിലേക്കാണ് പോണത്. നമ്മൾ ഇതിനെ പറ്റിയിട്ട് കാര്യമായിട്ട് എനിക്കൊന്നും അറിയില്ല, കണ്ടറിയാം. കേട്ടറിവിനേക്കാളും വലുതാണല്ലോ കണ്ടറിഞ്ഞ് സത്യത്തില്ലേ. അതെ, ചാപ്പോറ ഫോർട്ട്. ഓക്കെ, അവിടെ എന്താ ഉള്ളത്? ചാപ്പോറ ഫോർട്ട് കണ്ടുവിട്ടാ ഗൈസ്. ഞാൻ കാണിച്ചു തരാം, സൂം ചെയ്ത് കാണിച്ചു തരാം. നല്ല ലെങ്ത് ഉണ്ട്, അവിടെ വരെ എത്തണം. ഇതാ ഗൈസ്, ആ വിദൂരതയിൽ എൻ്റെ ഇതിന് 5 കണ്ട് 10 കണ്ടുള്ളൂ കേട്ടോ ക്യാമറയുടെ. ഇത് ആ വിദൂരതയിൽ കാണുന്നതാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഫോർട്ട്. ഫോക്കസ് കിട്ടണില്ല. അപ്പോൾ അതാണ് ചാപ്പോറ ഫോർട്ട്. ഓക്കെ, ഞാൻ അവിടെ എത്തട്ടെ. എന്താ അവസ്ഥ അറിയില്ല. വഴി പിള്ളേർ 40 അടക്കം, ഞാനും എൻ്റെ 40 പിള്ളേരും കൂടെ, പിന്നെ 3 സ്റ്റാഫുണ്ട്. നട്ടുപ്പറ വെയിലത്ത് നടന്ന് പണ്ടാറടങ്ങിക്കൊണ്ടിരിക്കുക. അയ്യോ, ഇത്രയും സ്ഥലം ഒക്കെ ആദ്യമായിട്ടാണ്. ഗോവ ഫസ്റ്റ് വിസിറ്റാണ് ഓബിയസ്ലി. ബട്ട് നടത്തം കുഴപ്പമൊന്നുമില്ല. ബട്ട് ചില നേരത്താണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. നമ്മൾ ഗൈസ് അങ്ങനെ നീണ്ടൊരു യാത്ര കയറ്റം നടന്ന് കയറി നമ്മളെ സ്ഥലത്തെത്തി. ഇനി കോണികൾ മാത്രം. എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്കറിയില്ല. കയറി ചത്തിട്ട് വരാം. ദൈവമേ, ഇതൊക്കെ നടന്ന് കയറുമ്പോഴേക്കും മനുഷ്യൻ ബാക്കി ആവും. എന്തായാലും ഞാൻ എണ്ണാം സ്റ്റെപ്പ്, എന്നിട്ട് എത്ര എണ്ണം ഉണ്ടെന്നില്ല ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ, മുകളിലെത്തിയിട്ട്. അതാ നോക്കൂ, വിദൂരതയിൽ കടൽ. എൻ്റെ മോനെ, ഈ ഹൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഏകദേശം എല്ലാം നല്ല വ്യൂ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ. കാടായാലും കടലായാലും നോക്കൂ. അയ്യോ, നല്ല വ്യൂ ഉണ്ട്, അതുപോലെ കുറേ കോണിയുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞാൽ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ കടലിൽ നിന്ന് തിരയടിക്കുന്ന സൗണ്ട് കേൾക്കാണ്ട്. അവിടെ ഏതാണ്ട് ബോട്ടിൻ്റെ ഏതാണ്ട് മൂലക്കിലെ ബ്ലറാവുണ്ട്, കാണാനില്ല, ഫോക്കസ് ഇട്ടില്ല. അവിടെ 2 കടൽ മുട്ടണ ഒരു ലൈനുണ്ട്. നമുക്ക് സൂക്ഷിച്ച് ക്യാമറയിൽ കാണാൻ ശ്രദ്ധിക്കാൻ പറ്റില്ല, ബ്രൈറ്റ്നെസ് ഓവറാണ്. അപ്പോൾ അതാണ് കടൽ മുട്ടണ ലൈൻ. അങ്ങനെ നമ്മൾ ഫോർട്ടിൻ്റെ അടുത്ത് എത്തി, അതിൻ്റെ എൻട്രൻസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ കൈയും കാലും വരക്കണം ദൈവമേ. കാണിച്ചു തരാം അവിടുത്തെ വ്യൂ. എന്തൊക്കെയോ ഉണ്ട് കേട്ടോ സത്യം പറയുമ്പോൾ. അവിടെയും വെള്ളം, ഇവിടെയും വെള്ളം, അതിന് ചുറ്റാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അയ്യോ, അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസ് കിട്ടെ. കാട് പ്രദേശമാണ്, പക്ഷെ പണ്ടറ വെയിൽ. ചപ്പോറ അതന്നെ, ആ തേങ്ങയുടെ ഫോർട്ടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വിജനത മാത്രമേ ഉള്ളൂ. ഇപ്പം കുറേ പാറക്കല്ലും
ഉണങ്ങി കിടക്കണ മരം, അതേപോലെ വിണ്ടി കിടക്കണ കൂടെ എന്തൊക്കെയോ ഉണ്ട്. അയ്യോ, എൻ്റെ അവസ്ഥ പരിതാപകരെന്ന് പറയാമല്ലോ, അതിനേക്കാളും മോശമാണ്. ഇവിടെ ഞാൻ ഈ ചൊപ്പാറ ഫോർട്ടിൻ്റെ മണ്ടയിൽ വടാ ആട് ജീവിതം കളിച്ചോണ്ടിരിക്കുക അവിടെ. അയ്യോ, വന്ന് വ്ളോഗറിൽ നിന്ന് മാറി ഞാൻ യൂണിയൻകാരനെ. എൻ്റെ മീത്ത് ഒന്ന് എൻ്റെ ബാഗ്, ഒന്ന് കൂട്ടീൻ്റെ ബാഗ്. എൻ്റെ കഴുത്തിലൊരു പൂമാലിട്ട് തന്നിട്ട് അവർ ഓടിപ്പോയി അവള്. അമ്മേ തപ്പട്ടെ അതിനെ. ഓ നല്ല സുഖമുണ്ട്. ഇനി 12 മണിക്കുള്ളിൽ താഴെ എത്തണം, എന്നിട്ടാണ് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ. ഗൈസ്, അപ്പോൾ ഞാൻ ആ ചെപ്പാറ ഫോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇനി കണ്ട സ്റ്റെപ്പൊക്കെ ഇറക്കിണ്ടാക്കണം. ഇതാണ് ഇവിടുത്തെ വ്യൂ. അവസാനമായിട്ടൊന്നും കൂടി കാണിച്ചിരുന്നു. അപ്പോൾ താഴെ എത്തിയിട്ട് വരാം. ഇതൊന്ന് ഇറങ്ങിണ്ടാക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ ചെപ്പാറ ഫോർട്ട് പിന്നിട്ടു. നമ്മൾ അതിൻ്റെ മണ്ടയിൽ നിന്ന് ഇറങ്ങി നടന്ന് ഒരു 650 മീറ്റർ അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. ഒരു 650 മീറ്റർ. അതിൻ്റെ പേര് വാകത്തൂർ ബീച്ച്. അപ്പോൾ കടൽ കാണാനാണ്. ഇറ്റ് വാസ് ഈ നട്ടപ്പുറവേലത്ത് പോകുന്ന ഒരു ബാഡ് ഐഡിയ ആണെങ്കിലും നമ്മുടെ ഷെഡ്യൂളിൽ അങ്ങനെ കുറച്ച് ഇത് ലൊക്കേഷനേ ഉള്ളൂ. ഫുള്ള് ഗോവയിൽ ഫുള്ള് അത് മാത്രമേ ഉള്ളൂ, ബീച്ചൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്ന് പരമാവധി ലൊക്കേഷൻ കവർ ചെയ്തിട്ട് ലഞ്ചും പരിപാടിയും കഴിഞ്ഞ് ഡിന്നർ ഫസ്റ്റ് ഡേ കോഴ്സ്. അപ്പോൾ നമ്മളിതാ എൻ്റെ കൂട്ടുകാരൻ്റെ പോകുന്ന എൻ്റെ കൂടെ പഠിക്കണതാണ്. എന്തായാൽ എടാ ഹായ് കൊടുക്കടാ. അതിൻ്റെ ഉഷാറിൽ നടന്ന് അതിൻ്റെ ഉഷാറൊക്കെ ഇറങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ ഗോവയിലെ ഫസ്റ്റ് ബീച്ചിലെത്തിയിട്ടുണ്ട്. പഴുത്ത മണലിലൂടെ നടന്ന് നമ്മൾ കരയ്ക്ക് നിന്ന് ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. കാണാൻ അവിടെ സെൻസർ കണ്ടന്റ് കുറേ ഉണ്ട് ബാക്കിൽ. അവിടേക്ക് ഞാൻ പോണില്ല. തിരിച്ചു. അപ്പോൾ നമ്മൾ കടലിലവിടെ എത്തിയിട്ടുണ്ട്. നോക്ക്, ഈ അറ്റം മുതൽ ആ അറ്റം വരെ വിദൂരത്തിൽ വരെ കടലാണ്. ഇത്രയും വലുപ്പമുള്ള കടലാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ബീച്ചിൽ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു. വലിയ സീനൊന്നുമില്ല, നമ്മൾ ഞാൻ കാണിച്ചു തന്നെ. കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ചു, കുറച്ച് ഫോട്ടോസ് എടുത്തു, കുറച്ച് വീഡിയോസ് എടുത്തു, റീലുണ്ടാക്കാനുള്ള കുറച്ച് വീഡിയോസ് എടുത്തു. പാറയുടെ മണ്ട കയറി. ഇപ്പം നമ്മൾ ബസ് പാർക്ക് ചെയ്ത് കൊടുത്തി പോട്ടെ. ഇന്ന് എല്ലാവരും നടന്ന് ക്ഷീണിച്ച് ചത്തു കൊടുക്കും. നാളെ വെറൈറ്റി കണ്ടൻ്റായിട്ട് വരാം. ബസ് കഴിച്ചോ? ഞാനൊരു ഉറങ്ങി വണ്ടിയിരുന്നിട്ട് അങ്ങനെ നമ്മൾ ഓൾഡ് ഗോവയിലെത്തി. നല്ല പഴക്കമുള്ള പള്ളിയാണല്ലോ. ഏകദേശം എൻ്റെ ഒരു അറിവിൽ 1965 ആ ഒരു ഇതിൽ പോർച്ചുഗീസും ആ ഒരു ഇതിൻ്റെ ഇതിലാണ് ഈ പള്ളി സെറ്റാക്കിയാണ് പണിതാക്കുന്നത്. എൻ്റെ അറിവിൽ ഞാൻ വായിച്ചതിൻ്റെ ഒരു അറിവിൽ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടെ വന്ന് കണ്ടിട്ട് എന്താണെന്ന് നോക്കിയിട്ട് പറയാം. ഇതാണ് ഗോയ്സ് പഴയ ഓൾഡ് പള്ളി ഗോവ. അപ്പോൾ ഇത് കാണാനാണ് ഇപ്പോൾ നടക്കുന്നത്. അവിടെ നോക്കിയിട്ട് ബാക്കി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നുള്ളത് നമുക്ക് പറയാം. സൈഡിൽ എന്തൊക്കെ എഴുതിച്ചിട്ടുണ്ട് നോക്കിയിട്ട് പറയാം ഗൈസ്. അപ്പോൾ നമ്മൾ അകത്തേക്ക് പോയി. മറ്റേ ഓൾഡ് ഗോവ ചർച്ച് ന്യൂ പള്ളിക്കല്ല, പുതിയ പള്ളിക്കല്ല, പഴയ പള്ളിയിൽ പോയി. പഴയ പള്ളിയിൽ പോയപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ വ്ളോഗ് പാടില്ല. കഷ്ടമുണ്ട്. ഗൈസ്, അപ്പോൾ ഒരു ചെറിയൊരു അപ്ഡേഷൻ നടത്തി. തൊപ്പി അങ്ങ് മേടിച്ച്, ക്യാഷ് നോക്കില്ല, ധൈര്യമായിട്ട് അങ്ങ് മേടിച്ചു. പിന്നെ അപ്പോൾ അവിടെ നമ്മുടെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡുകളായിരുന്നു, സൂപ്പറായിരുന്നു. കേരള ഫുഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടേക്ക് പോയി. ഇവിടെ ഓൾഡ് ഗോവ ചർച്ച് പോയി. ഓൾഡ് ഗോവ ചർച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? ഓൾഡ് ഗോവ ചർച്ച് സത്യം പറഞ്ഞാൽ ഞാൻ കയറിയില്ല. ഞങ്ങൾ പുറത്ത് സാധനങ്ങളുടെ വില വെച്ച് ഇങ്ങനെ കറങ്ങി നടക്കുക. ബൈറ്റ് ബൈ ഇത് അവിടുന്ന് പൊക്കിയതാണ്. പിന്നെന്താ ഇപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത് എന്തായിരുന്നു സ്ഥലത്തിൻ്റെ പേര്? ഡൊണ്ണപ്പുള. നമ്മളിഞ്ഞി പോണത് ഡൊണ്ണപ്പുള വ്യൂ പോയിന്റ്. ഇതാണ് ഡൊണ്ണപ്പുള വ്യൂ പോയിന്റിൻ്റെ അവിടെ നിന്ന് എത്തുമ്പോൾ കാണുന്നൊരു വ്യൂ. അപ്പോൾ ഇത് തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഫൈനലി ഡൊണ്ണപ്പുളയിലെത്തി. ബട്ട് എൻ്റെ മോനെ സീനറി ഉണ്ടല്ലോ, കുറച്ച് കൂടി കഴിഞ്ഞ് നമുക്കത് കാണാമായിരുന്നു. പക്ഷേ നമ്മൾ അത്ര നേരം നിൽക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, വിചാരിച്ച പോലെ തന്നെ അത്യാവശ്യം അടിപൊളി സീൻസ് അല്ലാണ്. വ്യൂ പോയിൻ്റാണ്, അത്യാവശ്യം വ്യൂ ഉണ്ട്. കുറേ കാര്യങ്ങളെല്ലാം കണ്ണിന് പെട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാക്കണില്ല, ലാഗ് അടിപ്പിക്കണില്ല, കാണിച്ചു തരാം. വീണ്ടും വിശാലമായി കിടക്കുന്ന കടൽ. അവിടെ അറ്റത്തൊരു റിസോർട്ടാണെന്നാണ് എൻ്റെ ഒരു നിഗമനം അവിടെ. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇത് വൺ സൈഡ്. കുറച്ച് നേരം കൂടി നിന്ന് സൺസെറ്റ് കാണാം നമുക്ക്.
അതുപോലെ ഈ സൈഡിൽ കുറേ ബോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഒരു തുരുത്ത് പോലെയാണ് കിടക്കുന്നത്, ഐലൻഡ് പോലെ. അപ്പോൾ അത്യാവശ്യം സംഭവം ഉണ്ട്. വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമുക്ക് ഇനി അതിൻ്റെ മണ്ടയ്ക്കാണ് പോകേണ്ടത്. അവിടെയാണ് ശരിക്കും വ്യൂ പോയിന്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറണം. ആസ് യു ക്യാൻ സീ, ഇതാ നമ്മൾ ബാഗ ബീച്ചിൽ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇനി അങ്ങോട്ട് നടക്കാം. അവിടെ സൗണ്ടൊക്കെ കണ്ട് കോപ്പറേറ്റ് കിട്ടുമെന്ന് ദൈവത്തിനറിയാം. ഗൈസ് നമ്മൾ ബാഗ ബീച്ചിലേക്ക് എത്തി. ഇവിടെയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. സീൻസ് ആണ് തന്നെ. ഷോപ്പിംഗ് ചെയ്ത് മരിക്കാം. ഉറപ്പായ സുഹൃത്തുക്കളെ പാട്ട് കോപ്പറേറ്റ് എനിക്ക് തരും. ഇവിടെ വെച്ചെടുക്കാം, ഫോട്ടോ എടുത്ത് മരിക്കാം കൂടെ. എൻ്റെ മോനെ രാത്രി ഗോവാന്ന് പറഞ്ഞ വേറെ ലെവലാണ്. ഈ ഗൈസ് അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശം സമയം 12 മണി. കുളിച്ച് ഫ്രഷായിട്ട് ഇപ്പോൾ റൂമിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ സംഭവത്തിലുള്ളൂ, ഇന്നത്തെ ട്രിപ്പ് ഏകദേശം വരെ അവസാനിച്ചു. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളും ഇതേപോലെ തുടരണം. ആസ് എ കോർഡിനേറ്റർ, ട്രിപ്പിന് കോർഡിനേറ്റർ ഞാനായതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലോ. എൻ്റെ കൂട്ടത്തിൽ ഈ വ്ളോഗും കാര്യങ്ങളൊന്നും. ഇന്നത്തെ ദിവസം ഞാൻ കുറേ കഷ്ടപ്പെട്ടെങ്കിലും അതൊക്കെ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു ബോധം എനിക്കുണ്ട്. സോ അതുകൊണ്ട് ഞാനത് എൻജോയ് ചെയ്യും. ഇനി നാളെ ഒരു പുതിയൊരു അഡ്വഞ്ചറും പുതിയൊരു കോസ്റ്റ്യൂമുമായിട്ട് അതേപോലെ തന്നെ അടുത്ത ഷെഡ്യൂളായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. എന്തായാലും ഈ ഒരു വ്ളോഗ് ഒരു ദിവസം വ്ളോഗായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ പിന്നീട് ഒന്നും പറയണില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ വരാം. സോ സ്റ്റേ ട്യൂൺ. ഔട്ട്രോ ഞാൻ അധികം സൗണ്ട് എടുത്ത് പറയണില്ല, മറ്റാൾക്കാരപ്പുറത്ത് പോകും. സോ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്ത് അവിടെ കിടക്കുന്നുണ്ടാവും ഒരു ബെല്ലൈക്കൺ, അതും കൊണ്ടാണെങ്കിൽ ഞെട്ടി വിട്ടേക്കും. അപ്പോൾ സൈനിങ് ഔട്ട്.